ഇനി ഏതു നിമിഷവും ആ പ്രഖ്യാപനമെത്താം. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രി ആരാണെന്ന് ഇന്നറിയാം. KC, VD, RC 3 ക്യാമ്പുകളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി VD സതീശനും KC വേണുഗോപാലും തമ്മിലുള്ള പോരുമുറുകുമ്പോൾ സർവ്വസമ്മതനായ ഒരു നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ പേരും മുൻനിരയിൽ തന്നെയുണ്ട്. ഗ്രൂപ്പുകൾക്കതീതമായി മുതിർന്ന നേതാക്കൾ ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന സീനിയോറിറ്റി തിയറിയുമായി സോണിയാഗാന്ധിയും രംഗത്തെത്തിയതോടെ കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ സംഭവിക്കുമോ എന്ന അവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടി പച്ചക്കൊടി കാട്ടിയാൽ ചെന്നിത്തല വീണ്ടും നായക സ്ഥാനത്തേക്ക് എത്തിയേക്കാം. മറുവശത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി സതീശൻ പക്ഷവും വേണുഗോപാൽ പക്ഷവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ്. സതീശനായി മുസ്ലിം ലീഗും മുരളീധരനും ചരട് വലിക്കുമ്പോൾ ഹൈക്കമാൻഡിലെ സ്വാധീനം ഉപയോഗിച്ച് KC വേണുഗോപാൽ കരുക്കൾ നീക്കുകയാണ്. ഇരുവരും തമ്മിലുള്ള ഈ ശക്തമായ മത്സരത്തിനിടയിൽ പാർട്ടി പിളരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ചെന്നിത്തലയെ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റായി അവതരിപ്പിക്കാനാണ് സോണിയാഗാന്ധിയുടെ നീക്കമെന്നും ചില സൂചനകൾ വരുന്നുണ്ട്. പാർട്ടിയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നയിച്ച പരിചയവും ഭരണപരിചയവുമാണ് ചെന്നിത്തലയ്ക്ക് അനുകൂല ഘടകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. KC വേണുഗോപാൽ പക്ഷമെന്നാൽ ഇപ്പോഴും വമ്പൻ പ്രതീക്ഷയിലാണ്. ഹൈക്കമാൻഡിലെ തന്റെ വിശ്വസ്തതയും ദേശീയ തലത്തിലുള്ള സ്വാധീനവും പരിഗണിച്ച് തനിക്ക് തന്നെ നറുക്കു വീഴുമെന്ന് KC ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ KC മുഖ്യമന്ത്രിയായാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുമെന്നത് വലിയൊരു വെല്ലുവിളിയായി തുടരുകയാണ്. മാത്രമല്ല KC MP സ്ഥാനം ഒഴിയുന്നതോടെ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് അടക്കം KCക്ക് വേണ്ടി 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരും. ഈ ഘട്ടത്തിലാണ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കി സതീശനെയും KCയെയും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളിൽ സുപ്രധാന ചുമതലകൾ നൽകി അനുനയിപ്പിക്കാനുള്ള ഫോർമുല സോണിയാഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UDFിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിലപാടും ഈ ചർച്ചകളിൽ അതീവ നിർണായകമാണ്. ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന പക്വമായ നിലപാടാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധിയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും തമ്മിൽ ഫോണിൽ സംസാരിച്ചതായാണ് സൂചനകൾ. ചെന്നിത്തലയോ സതീശനോ ആര് തന്നെ വന്നാലും ലീഗിന് എതിർപ്പില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം ഭരണ തുടർച്ചയ്ക്കും മുന്നണിയുടെ കെട്ടുറപ്പിനും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം അനിവാര്യമാണെന്ന് ലീഗ് നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുമുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതുവരെ സതീശൻ പക്ഷത്തോട് അനുഭവം കാണിച്ചിരുന്നെങ്കിലും സോണിയയുടെ ഇടപെടൽ തീരുമാനത്തിൽ ഇനിയും മാറ്റമുണ്ടാക്കാനും സാധ്യതയുണ്ട്. സീനിയർ നേതാക്കളെ തടഞ്ഞുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നത് ഭാവിയിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാകാൻ കാരണമാകുമെന്ന് സോണിയ കരുതുന്നു. ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദം നൽകി സതീശനെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യതകളും ഡൽഹിയിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സതീശന് വേണ്ടി അതുപോലെ തന്നെ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന പ്രമോഷൻ പരിപാടികളിൽ ഹൈക്കമാൻഡിന് അതിരൂക്ഷമായ എതിർപ്പുണ്ട്. അത് ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു തരം സമ്മർദ്ദ തന്ത്രമാണെന്നും ഇതിന് വഴങ്ങേണ്ടതില്ലെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ സതീശനെ തഴഞ്ഞ് ചെന്നിത്തലയെ കൊണ്ടുവരിക എന്ന കർശന നിലപാടിലേക്ക് സോണിയ എത്തിയേക്കാം. സതീശന് ലഭിക്കുന്ന ജനപ്രീതി വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തെ മന്ത്രിസഭയിലെ രണ്ടാമനെ നിലനിർത്താനാണ് നീക്കം. മറുവശത്ത് ഭൂരിഭാഗം MLA പിന്തുണയെന്നത് മുഖ്യ മാനദണ്ഡമായി മാറിയാൽ KC വേണുഗോപാലിന് അനുകൂലമായും കാര്യങ്ങൾ മാറിമറിയാം. എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപനം ഏത് നിമിഷവും ഉണ്ടാകാമെന്ന പ്രതീതിയിലാണ് ഡൽഹിയിൽ ചർച്ചകൾ നിലനിൽക്കുന്നത്. KPCC അധ്യക്ഷൻ K സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഹൈക്കമാൻഡ് തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. കേരളത്തിലെ ഭരണം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെന്നിത്തലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മികവ് സഹായിക്കുമെന്ന് സോണിയാഗാന്ധി ഉറച്ചു വിശ്വസിക്കുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയും VD സതീശനുമായുള്ള വ്യക്തിപരമായ അടുപ്പം ചെന്നിത്തലയ്ക്ക് തടസ്സമാകുമോ എന്ന ഭയവും ചെന്നിത്തല ക്യാമ്പിനുണ്ട്. എന്നാൽ പ്രിയങ്ക ഗാന്ധി ചെന്നിത്തലയുടെ സീനിയോറിറ്റിയെ ബഹുമാനിക്കണമെന്ന നിലപാടിലാണ്. കേരളത്തിലെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത അവസാനിപ്പിക്കാൻ ഒരു 3ാം പേരെന്ന നിലയിൽ ചെന്നിത്തല വന്നാൽ അത് എല്ലാവർക്കും സ്വീകാര്യമായേക്കാമെന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നു. എന്തായാലും A ഗ്രൂപ്പും I ഗ്രൂപ്പും എന്ന പഴയ സമവാക്യങ്ങൾ മാറി പുതിയ ചേരിതിരിവുകൾ വന്നതോടെ ഹൈക്കമാൻഡിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് വസ്തുത. ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കിയാൽ അത് പാർട്ടിയിലെ ഐക്യം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്ന് ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ വാദിക്കുന്നു. പ്രിയങ്ക ഗാന്ധി കൂടി ചെന്നിത്തലയുടെ പേരിനോട് യോജിച്ചാൽ ഒരുപക്ഷെ പ്രഖ്യാപനം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഉണ്ടായേക്കാം. അതേസമയം രാഹുൽ ഗാന്ധി തന്നെ മുന്നിട്ടിറങ്ങിയെങ്കിലും കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് ഇന്നലെയും കഴിഞ്ഞില്ല. ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് നേതൃത്വം നൽകുന്ന സുപ്രധാനമായ സൂചന. ഇന്നലെ വരെ പ്രഖ്യാപനം വരുമെന്ന് AICCയിൽ നിന്ന് സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായുള്ള രാഹുലിന്റെ കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചതിലും വൈകി. രാത്രി 8ഓടെയാണ് മുൻ KPCC അധ്യക്ഷൻ VM സുധീരനുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതുപോലെ തന്നെ ജനവികാരം, പ്രതിപക്ഷ
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് അനുകൂലമാണെന്ന് കെ. മുരളീധരൻ രാഹുലിനെ അറിയിച്ചതെന്നും വിവരമുണ്ട്. പരസ്യമായി പറഞ്ഞില്ലെങ്കിലും VM സുധീരനും ഇതേ നിലപാട് അറിയിച്ചതായി വിവരമുണ്ട്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് രാഹുലിനോട് പറഞ്ഞത് വെളിപ്പെടുത്താൻ താൽപ്പര്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് MM ഹസൻ കാര്യങ്ങൾ ഒഴിഞ്ഞു. പുറമെ സമാന നിലപാട് പറഞ്ഞ സുധാകരൻ കൂടിക്കാഴ്ചയിൽ വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന വാദങ്ങളാണ് ഉയർത്തിയത്. മറ്റൊരു KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ഫോണിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചു. കൂടാതെ മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള ചർച്ചകൾ അനന്തമായി നീളുന്നതിനിടെ അടിയന്തര നേതൃയോഗം വിളിച്ചിരുന്നു മുസ്ലിം ലീഗ്. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ ഇന്ന് രാവിലെ 10 ആരംഭിച്ച യോഗത്തിൽ 8 ഉന്നത നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് വിവരം. ആരൊക്കെയാകും മന്ത്രിസഭയിലെ ലീഗിന്റെ മന്ത്രിമാർ എന്ന് തീരുമാനിക്കുന്നതിലും ഇന്നത്തെ യോഗത്തിൽ നിർണായക തീരുമാനങ്ങളുണ്ടാകും. അത് ചർച്ചയാകും. തെരുവ് പ്രകടനങ്ങളിലൂടെയുള്ള സമ്മർദ്ദം നല്ലതല്ലെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. അതേസമയം KC വേണുഗോപാലിന് വേണ്ടി രംഗത്തുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവർ പിന്തുണയെ ന്യായീകരിക്കുന്ന വാദങ്ങൾ ഹൈക്കമാൻഡിന് മുന്നാകെ അവതരിപ്പിച്ചു. സോണിയാഗാന്ധി മുസ്ലിം ലീഗിന്റെയും മുതിർന്ന നേതാവ് AK ആന്റണിയുടെയും അഭിപ്രായം തേടിയിരുന്നു. സോണിയയുടെ അന്തിമ തീർപ്പ് കൂടിയാകുന്നതോടെ ഉടനെ തന്നെ പ്രഖ്യാപനമുണ്ടാകും. കഴിഞ്ഞ ദിവസം രാഹുലുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ അഭിപ്രായം ഈ തീരുമാനത്തെ സ്വാധീനിക്കുമെന്ന് കരുതുന്നവരും പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. കർണാടകയിൽ നിന്ന് മടങ്ങിയെത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. മറുവശത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി തർക്കം രൂക്ഷമാകുന്നതിനിടെ ഹൈക്കമാൻഡിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ വയനാട്ടിൽ പോസ്റ്റർ പ്രതിഷേധവും ഉണ്ടായി. വയനാട് DCC ഓഫീസിന് സമീപമാണ് ഇംഗ്ലീഷിൽ എഴുതിയ പോസ്റ്ററുകൾ പതിപ്പിച്ചിരുന്നത്. KC വേണുഗോപാലിനെ പിന്തുണച്ചാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് മാപ്പ് തരില്ലെന്നും വയനാട് ഇനി അടുത്ത അമേഠിയായി മാറുമെന്നുമാണ് പോസ്റ്ററുകൾ മുന്നറിയിപ്പ് നൽകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ പിന്തുണച്ചാൽ പ്രതിഷേധം ശക്തമാകുമെന്നാണ് പോസ്റ്റർ രോഷപ്രകടനം നൽകുന്ന സൂചന. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വെറുമൊരു പെട്ടിയെടുപ്പുകാരനാണെന്ന ആക്ഷേപവും പോസ്റ്ററിലുണ്ട്. ഈ സാഹചര്യത്തിൽ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും വിഡ്ഢിത്തരങ്ങൾക്ക് കേരളം മാപ്പ് നൽകില്ലെന്നും പോസ്റ്ററിൽ കുറിച്ചിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് അണികൾക്കിടയിലും വോട്ട് ചെയ്ത UDFനെ അധികാരത്തിലേറ്റിയ കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിലും മുഖ്യമന്ത്രി തീരുമാനം അനന്തമായി നീളുന്നതിൽ കടുത്ത പ്രതിഷേധമുണ്ട്. അതിനാൽ പരമാവധി ഇന്ന് ഉച്ചയ്ക്ക് മുൻപേ ആ പ്രഖ്യാപനം പുറത്തുവരുമെന്നാണ് സൂചന. ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്ന ആ കാത്തിരിപ്പിന് എന്തായാലും ഇന്ന് അവസാനമുണ്ടായേക്കും. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.